ഇതിലുള്ളത് മമ്മൂക്കയാണ്. മമ്മൂക്കയോടൊപ്പം ഇങ്ങനെ ഒരു ത്രാസിൽ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്ന പോലെ ഒരു കഥാപാത്രം. ഈ കഥ ഞാൻ ആക്ച്വലി ഞാൻ സ്ക്രിപ്റ്റ് അങ്ങനെ പോകാറില്ല. ഇത് സ്ക്രിപ്റ്റ് ഓറിയൻറ്റഡ് ഒരു മൂവിയാണ്. കഥ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, 2 ക്യാരക്ടർ എന്നുള്ളത്. പിന്നെ സ്ക്രിപ്റ്റാണ്. അപ്പോൾ സ്ക്രിപ്റ്റിൽ നമുക്ക് ഒന്നും ചെയ്യാനായിട്ടുള്ള അധികാരം ഇല്ല. കാരണം ഇതൊരു കുറ്റാന്വേഷണ സ്റ്റോറിയാണ്. അപ്പോൾ അതിൽ പോയിന്റ് ബൈ പോയിന്റ് എഴുതിയിരിക്കണം. അപ്പോൾ ഒന്നും മാറ്റാൻ പറ്റില്ല. പിന്നെ കഥ എനിക്ക് ഇഷ്ടം, ഒന്നും പറയാനില്ല. നമുക്ക് എന്ത് പറയാനാ. എന്നാലും നമുക്ക് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയുടെ കൂടെ ഒരു സഹനടൻ കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെ ഒരു ത്രാസിൽ തൂക്കുന്ന പോലെ ബാലൻസിങ് പോലെ ഒരു പരിപാടിയാണ് കളങ്കാവിൽ ഉള്ളതെന്നാണ് ഞങ്ങൾക്ക് ട്രെയിലർ കണ്ടപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസൈറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. How was that? അത് ആ ലെവലിലേക്ക് വന്നത്. 2 ക്യാരക്ടറാണ്. പിന്നെ ഇത്രയും വലിയൊരു പടമൊക്കെ ചെയ്യാൻ മമ്മൂക്കയുടെ കൂടെ ഓപ്പോസിറ്റ് എന്നൊക്കെ ചെയ്യാൻ 2 ക്യാരക്ടറാണ് മെയിനിൽ നിൽക്കുന്നത്. ഒന്ന് ഞാനും ഒന്ന് സാറും. അപ്പോൾ അതൊക്കെ സിനിമയിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ്. ഞാൻ അറിഞ്ഞത് ഈ കഥാപാത്രം കണ്ടില്ലേ ഈ ഇന്റർവ്യൂവിൽ നിങ്ങൾ, ഞാൻ ഇടക്കേറി ബുദ്ധിമുട്ടിപ്പിച്ചല്ല, ഈ ഇന്റർവ്യൂവിൽ നിങ്ങൾ നോക്കിക്കേ, വിനായകന്റെ ആ ഒരു സംസാരത്തിലും വിനായകന്റെ പെരുമാറ്റത്തിലും